जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതം എന്ന് വായിച്ചൊരു കാര്യമാണ്. അത് ജൂലൈ മാസം 1977 ആ സമയത്തുള്ള കാര്യമാണ്. പ്രഭുപാദ് ബെഡിലായിരുന്നു ഫുൾ. ആ സമയത്ത് പ്രഭുപാദിനൊരു ശിഷ്യന്മാരെല്ലാം പ്രഭുപാദിനെ വീണ്ടും പ്രഭുപാദ് ഏകദേശം ഋഷികേശിൽ നിന്ന് വന്നത് പീസ്ഫുള്ളായിട്ട് തൻ്റെ ശരീരം വെടിയാനാണ് വൃന്ദാവനത്തിൽ വെച്ച്. പക്ഷേ ശിഷ്യന്മാരെല്ലാം ഒരുപാട് ഉത്സാഹം കൊടുക്കുമായിരുന്നു പ്രഭുപാദിനോട്. നമുക്ക് വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ശിഷ്യന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രഭുപാദിന് ഇനിയും കുറച്ചു നാളും കൂടെ സർവൈവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വരും എന്ന് പറഞ്ഞ് തമാൽ കൃഷ്ണ മഹാരാജൊക്കെ ഒരുപാട് പ്രഭുപാദിന് ഇൻസ്പിറേഷൻ കൊടുക്കുമായിരുന്നു. പ്രഭുപാദ് ഒരു അൺഡിസൈഡഡ് കണ്ടീഷനായിട്ട് നിൽക്കുകയാണ്, പോകണോ വേണ്ടയോ എന്നുള്ള. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രഭുപാദിന്റെ അമേരിക്കയിലുള്ള ഗ്രീൻ കാർഡ് അത് എക്സ്പയർ ആയി. അപ്പോൾ അതിനി ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് റിന്യൂ ചെയ്യാനായിട്ട്. 2, അദ്ദേഹത്തിന് തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ. അതുകൊണ്ടൊരു ഹെസിറ്റൻസി ഉണ്ടായിരുന്നു പ്രഭുപാദിന്. പക്ഷെ പ്രഭുപാദ് അവസാനം തീരുമാനിച്ചു എന്തായാലും പോകാം എന്നുള്ള ഒരു തീരുമാനമെടുത്തു. എല്ലാ ബുദ്ധിമുട്ടുകളും അവഗണിച്ച് പോകാം എന്നുള്ള. ഒരു ദിവസം തമാൽ കൃഷ്ണ മഹാരാജനെ പ്രഭുപാദ് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ അവിടെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. നീ ഭയക്കണ്ട, ഞാൻ അവിടെ വെച്ച് മരിക്കില്ല. ഇൻ കേസ് ഞാൻ മരിച്ചാൽ തന്നെ ഇവിടെ ആയാലും അവിടെ ആയാലും അത് ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും, അത് വൃന്ദാവനം തന്നെയാണ് എന്നിങ്ങനെ ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് ശരി, ഞാൻ മറ്റ് GBCമാരോട് ചർച്ച ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രഭുപാദിന് ചർച്ചയൊന്നും വേണ്ട, ഞാൻ പോകാമെന്ന് തീരുമാനിച്ചു എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പ്രഭുപാദ് അഭിരാം ദാസും ബലവന്തദാസും എന്ന് പറഞ്ഞ 2 ശിഷ്യന്മാരെ കൊൽക്കട്ടയിലേക്ക് അയച്ചു. അവിടെ വെച്ച് ഈ US ഇത് ഗ്രീൻ കാർഡ് ഇത് ചെയ്യാനായിട്ട്, റിന്യൂ ചെയ്യാനായിട്ട്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് അവർക്കത് പറ്റി. അവരത് ചെയ്തു. പാസ്പോർട്ടും റെഡിയായി, ഗ്രീൻ കാർഡ് ഇതും റെഡിയായി. അപ്പം ഗ്രീൻ കാർഡ് ആയില്ല, വിസിറ്റിംഗ് വിസ ആയി, ഗ്രീൻ കാർഡ് ആയില്ല. അപ്പം എന്നിട്ട് പ്രഭുപാദിന്റെ അടുത്ത് ഈ ന്യൂസ് അറിയിച്ചപ്പോൾ പ്രഭുപാദ് ഹാപ്പിയായി. ഡിവോട്ടീസ് എന്നിട്ട് ഇങ്ങനെ പ്രഭുപാദ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. രാധാ ലണ്ടൻ ഈശ്വര, അതാണ് ആദ്യം ലണ്ടനിൽ പോകാം എന്നായിരുന്നു പ്രഭുപാദിന്റെ ആഗ്രഹം. അപ്പം അവിടെ ഡേറ്റീസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഹീസ് ലൈക്ക് എൻ ഇന്നസെന്റ് ബോയ് എന്നാണ് പറഞ്ഞത് രാധാ ലണ്ടൻ ഈശ്വരയെ കുറിച്ച് ശ്രീല പ്രഭുപാദ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ന്യൂയോർക്കിൽ പോകുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് ആ സമയത്ത് തമാൽ കൃഷ്ണ മഹാരാജും എൻ്റെ കൂടെ എന്നിങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു. എന്നിട്ട് പ്രഭുപാദ് അതിനകത്ത് ഒരു കാര്യം പറഞ്ഞത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്, ഞാൻ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ബൊവറി എന്ന് പറഞ്ഞു. ബൊവറി ഒരു തെരുവാണ്, ചേരി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇവിടുത്തെ ഭാഷയിൽ. അവിടേക്ക് പോകുമ്പോഴത്തേന് മറ്റ് ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പം പ്രഭുപാദിനോട് പറഞ്ഞു, ഒരിക്കലും അങ്ങോട്ട് പോകരുത്, ഡേഞ്ചറസ് പ്ലേസ് ആണ് എന്നുള്ളത്. കാരണം ഫുൾ ഡ്രഗ് അഡിക്ട്സും എല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അതൊരു ഡേഞ്ചറസ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പല ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ അവിടെയൊന്നും എനിക്ക് ഒരു ശത്രുവിനെയോ മിത്രത്തെയും കാണാനായിട്ട് പറ്റിയിട്ടില്ല എന്ന്. അങ്ങനെ ഒരു വേർതിരിവ് എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല എന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേന് ഇവൻ ഫുള്ള് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് കുടിച്ചൊക്കെ കിടക്കുന്നവർ പ്രഭുപാദ് നടന്നു വരുന്ന സമയത്ത് ആ റൂമിന്റെ വാതിലിൽ കിടന്നൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്. പക്ഷെ പ്രഭുപാദ് വരുമ്പം അവർ റെസ്പെക്ട്ഫുള്ളി അവിടെ നിന്ന് എണ്ണിച്ച് മാറുകയാണ് ചെയ്യുന്നത്. പ്രഭുപാദിന് ഒരിക്കലും ഒരു ഫിസിക്കൽ ഒരു അറ്റാക്കോ ഒന്നും അവിടെ വെച്ച് നടന്നിട്ടില്ല. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, എവിടെ ചെന്നാൽ പലരും പല സന്ദർഭങ്ങൾ ഡേഞ്ചറസ് ആണെന്ന് പറയും, പക്ഷെ എനിക്ക് എവിടെയായാലും അത് ഒരേപോലെയാണ്, എൻ്റെ വീട് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പം അതിൽ സരസ്വതി മഹാരാജ് നമുക്ക് അതിൻ്റെ എസൻസ്, പ്രഭുപാദ് പറഞ്ഞതിൻ്റെ എസൻസ് മനസ്സിലാക്കി തരുന്നത്, ഈ ലോകമെല്ലാം ഈശ്വരൻ്റേതാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തിക്ക്
ആ ഈശ്വരന്റെ പ്രോപ്പർട്ടി അത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനോ ഒരു തോന്നൽ വരത്തില്ല. എല്ലാത്തിനും ഈശ്വരന്റെ സേവനത്തിലായിരിക്കും ആ വ്യക്തി ഉപയോഗിക്കുന്നത്. എല്ലാം തനിക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ശത്രുവോ മിത്രമോ വരത്തില്ല. എല്ലാം എന്റെ ഇതാണെന്ന് വിചാരിക്കുമ്പോൾ അതിനെ തടയുന്നയാളെ ശത്രുവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നയാളെ മിത്രവുമായിട്ട് വരും. പക്ഷെ എല്ലാം ഈശ്വരന്റേതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക്, എല്ലാം ഈശ്വരന്റെ സേവനത്തിന് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തിൽ ആരും ശത്രുവോ മിത്രമോ അല്ല. ഇതൊരു പരിശുദ്ധ ഭക്തന്റെ തലത്തിൽ നിന്ന് പ്രഭുപാദ് പറഞ്ഞതാണ് എന്ന് സദ്ഗുരു മഹാരാജ് അത് മനസ്സിലാക്കി.